അവൻ നശിപ്പിച്ച് അങ്ങനെ ആ സാധനം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് കാണാതെയായി. അങ്ങനെ ഐ വഖദ് ഫാത്തൽ വഖ്തു, അവിടെ വഖദ് ഫാത്തൽ വഖ്തു എന്നൊരു കൈത് കൊടുത്തു. എത്തരത്തിൽ അതിൻ്റെ സമയം പാഴായി. വൈസ മിൻഹ, അതിനെ തൊട്ട് അവൻ നാശമുണ്ട്. ഫീമാ യൽഹറു, ദലീലിൽ നിന്ന് വ്യക്തമാകുന്നതനുസരിച്ച്. വബിഹി, അതുകൊണ്ട് ഈ വഖദ് ഫാത്തൽ വഖ്തു എന്ന് പറഞ്ഞ അതുകൊണ്ട് യുജ്മഉ ജംആക്കപ്പെടും ബൈനഹാദ, ഇപ്പറഞ്ഞതിൻ്റെ ഇടയിലും ഒമാ മറ, മുമ്പ് കഴിഞ്ഞതിൻ്റെ ഇടയിലും. ആരിഫൻ, ഇപ്പം നമ്മൾ റൗദയെ തൊട്ട് നഖൽ ചെയ്തത്, ആ സാധനം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ തക്സീർ ആണ്. അത് ലാലായി പോയാൽ തക്സീർ അല്ല എന്ന് പറഞ്ഞതിൻ്റെ ഇടയിലും ജംആക്കാം. അതായത് ലാലായി പോയപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല, ആശ മുറിഞ്ഞിട്ടില്ല, ഇനിയും സാധനം തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷ ഉള്ള സമയത്താകുമ്പോൾ അത് തക്സീർ അല്ല. നേരെ മറിച്ച് സമയം പാഴായിട്ടില്ലെങ്കിലോ, സമയം ആയ ശേഷമാണെങ്കിൽ ഇനി അത് കിട്ടാൻ സമയം പാഴാകാൻ അടുത്തിരിക്കുന്നു, ഇനി അത് കിട്ടാൻ പ്രതീക്ഷയില്ല. അങ്ങനെ വരുമ്പോഴാണ് അത് തക്സീറായി വരിക. നേരെ മറിച്ച് അങ്ങനെ സമയം പാഴായിട്ടില്ല, അതിനെത്തിട്ട് ആശ മുറിഞ്ഞിട്ടുമില്ല, അപ്പോഴോ അപ്പോൾ തക്സീറുമല്ല എന്ന് റൗദയിൽ പറഞ്ഞ ആ വാക്ക് അങ്ങനെ ജമ്പ ചെയ്യാം. ആ റൗദയിൽ പറഞ്ഞതും ഇതും കൂടി ജമ്പ ചെയ്യാൻ വേണ്ടിയാണ് ഐ വഖദ് ഫാത്തൽ വഖ്തു വഐസ മിൻഹ ഫീമാ യദ്ഹറു എന്നിവിടെ തുഹ്ഫ കൊടുത്തത്. റൗദന്റെ വാക്കിനെ ജമ്പ ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഔ സുരിഖത്ത്, അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ലസിമഹു, ഇവന് ലാസിമാണ് അക്സറുൽ അംറൈൻ, രണ്ട് അംറുകളിൽ ഏതാണോ അക്സർ അത് ലാസിമാണ്. മിൻ ഖീമത്തിഹ യൗമ തലഫിഹ ഔ നഹ്വിഹി, അതിൻ്റെ വിലയാൽ, യൗമ തലഫിഹ അത് നശിക്കുന്ന അന്നുള്ള വില, ഔ നഹ്വിഹി അല്ലെങ്കിൽ ആ നശിക്കൽ പോലെയുള്ള ആ ദിവസത്തിലുള്ള വില, ഓ മിഥിലിഹ അതിൻ്റെ മിഥിലിനാരും, യൗമൻ നഹരി, യൗമുൻ നഹറിൽ. മിഥിലിഹ എന്നുള്ള വാക്കിനെ ഖീമത്തിലേക്ക് അത്തഫാക്കാം, അല്ലെങ്കിൽ ഖീമത്തി ഹ എന്ന് പറഞ്ഞ ഹായിലേക്കും അത്തഫാക്കാം. അപ്പോൾ അതിൻ്റെ ഖീമത്ത്, അതിൻ്റെ വില, അതിൻ്റെ മിഥില് എന്നുള്ള മിഥില്, യൗമൻ നഹറിൻ്റെ എന്നുള്ള മിഥില്, അതിൽ ഏതാണ് ഏറ്റവും കൂടിയത്? ആ കൂടിയത് അവൻ്റെ മേൽ നിർബന്ധമാണ്. ആ സാധനം നഷ്ടപ്പെട്ടു പോകുന്ന അന്നുള്ള അതിൻ്റെ വിലയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മിഥലാണ്. ഏതാണ്? അക്സറെങ്കിൽ അക്സർ നിർബന്ധമാകും. എന്താണ് കാരണം? ലിഅന്നഹു ബിൽത്തിസാമിഹി ദാലിക, അവൻ അതിനെ ഇൽത്തിസാമ് ചെയ്യൽ കൊണ്ട്. ഇൽത്തിസമൻ നഹറ വ തഫ്രിഖത്തൽ ലഹബി, അവൻ അറുക്കലിനെയും ആ
മാംസം ഭാഗിച്ചു കൊടുക്കല്ലേ, രണ്ടും അവൻ നിർബന്ധമാക്കി ഏറ്റെടുത്തു. അപ്പൊ അവൻ നശിപ്പിച്ചു പോയി, അല്ലെങ്കിൽ അവന്റെ വീഴ്ച കൊണ്ട് ആ സാധനം നഷ്ടപ്പെട്ടു പോയാൽ അവന് ആ നഷ്ടം സംഭവിച്ചിരിക്കുന്ന അന്നുള്ള വില, അല്ലെങ്കിൽ അതിൻ്റെ ബിസില്, അല്ലെങ്കിൽ ബിസിലിൻ്റെ വില ഏതാണോ അക്സറെങ്കിൽ ആ അക്സർ നിർബന്ധം. ഫഫീമ ഇതാ തസാവയ, ഇത് രണ്ടും സമമായി വരുന്ന രൂപത്തിൽ, ഔ സാദത്തിൽ ഖീമത്തും, അല്ലെങ്കിൽ വില അധികരിച്ച രൂപത്തിൽ, യൽസമുഹു അവന് നിർബന്ധമാണ് ആ യസ്തരിയ ബി ഖീമത്തിഹ, അതിൻ്റെ വിലക്ക് അവൻ വാങ്ങൽ നിർബന്ധമാണ്. യൗമ നഹവിൽ ഇത്തിലാഫി എന്നുള്ള വിലയാണ്. ഇത്തിലാഫ് നശിപ്പിക്കൽ പോലെയുള്ളത് സംഭവിച്ചിരിക്കുന്ന അന്നത്തെ വില. ആ വിലക്ക് പകരം മിസ്ലഹ, ഈ മൃഗം പോലെയുള്ള ഒന്നിനെ വാങ്ങും. ജിൻസൻ വ നൗഅൻ വ സിന്നൻ, ജിൻസാലും നൗആലും സിന്നാലും അതുപോലെയുള്ള ഒന്ന് വാങ്ങും. അപ്പം നേരത്തെ ഒട്ടകമാണെങ്കിൽ ഒട്ടകം തന്നെ വാങ്ങണം, മാടാണെങ്കിൽ മാട് വാങ്ങണം. അതുപോലെ അതിൽ ഏത് നൗവാണോ ആ നൗവ് വാങ്ങണം, വയസ്സും. മാത്രമല്ല വായദ്ബഹഫി, അതിനെ ആ വഖത്തിൽ അറക്കലും അവന് നിർബന്ധമാണ്. അതിൽ വഖത്തിൽ അറക്കലും അവന് നിർബന്ധമാണ്. ലിതഅദ്ദീഹി, അവൻ അതിന് വിട്ട് കടന്നതിന് വേണ്ടി. വയസീറുൽ മുസ്തറ, ഈ വാങ്ങപ്പെട്ട സാധനമാകും. മുതായിനിൽ ഉളുഹിയത്തി, അത് ഉളുഹിയത്തിൽ നിജമായതാകും. ഇനിഷ്തറാഹു ബി അയിനിൽ ഖീമത്തി, അതിൻ്റെ ഖീമത്തിൻ്റെ അയിന് കൊണ്ട് വാങ്ങിയ, ആ നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ ഖീമത്തിൻ്റെ അയിന്, അതായത് അതിൻ്റെ വിലക്ക് പകരമായി അവൻ നിജമാക്കി വെച്ച പൈസ, ആ പൈസക്കാണ് വാങ്ങുന്നതെങ്കിൽ. ഔ ഫി ദിമ്മത്തി, അല്ലെങ്കിൽ അവൻ വാങ്ങിയത് ദിമ്മത്തിലാണ് വാങ്ങിയത്, അവന്റെ ദിമ്മത്തിൽ വാങ്ങി പൈസ കൊടുത്തിട്ടില്ല. ലാക്കിൻ ബി നിയ്യത്തി കൗലിഹ അൻഹ, അത് ആ വാങ്ങപ്പെട്ട സാധനം അതിനെ തൊട്ട് ആണ് എന്ന നിയ്യത്തോടു കൂടി വാങ്ങി. ആ ഉദ്ഹിയ്യത്തെ തൊട്ടാണ് ആ വാങ്ങിയത് എന്ന നിയ്യത്തോടു കൂടി. വൈല അങ്ങനെയല്ലെങ്കിൽ ഈ രണ്ട് രൂപമല്ല, അതായത് ഇതിനു വേണ്ടി നിജമാക്കി വെച്ച പൈസ കൊണ്ടല്ല വാങ്ങിയത്, അല്ലെങ്കിൽ വാങ്ങുമ്പോൾ എന്താക്കി, അവൻ വാങ്ങുമ്പോൾ ഇത് ആ ഉദ്ഹിയ്യത്തിന് വേണ്ടിയാണ് എന്ന നിയ്യത്തോടു കൂടെയും അല്ലെങ്കിൽ ഫയജാലുഹു ബാദ ഷിറായി ബദൽ അൻഹ, ആ വാങ്ങിയ സാധനത്തെ അവൻ ആക്കണം വാങ്ങിയ ശേഷം ബദലൻ അൻഹ, അതിനെ തൊട്ട് ബദലാക്കണം. വഖദിയത്തു കലാമിഹിം, അവരുടെ കലാമിന്റെ തേട്ടം, തായുനു ഷിറായി ബിൽ ഖീമത്തി, അതിന് ആ നഷ്ടപ്പെടുത്തിയതിന് നിശ്ചയിച്ചു വെക്കുന്ന വില, ആ വില കൊണ്ട് തന്നെ വാങ്ങല് നിജമാണ് എന്നാണ്. എന്ന് വെക്കുമ്പോൾ ഫലൗക്കാന ഇൻദഹു, അവന്റെ അടുത്തുണ്ടെങ്കിൽ, മിസ്ലുഹ,
അതുപോലെയുള്ള ഒരു മൃഗം വേറെ ഉണ്ടെങ്കിൽ ലം യജുസ് ജായിസ് അല്ല ഇഖ്റാജുഹു അൻഹ, ഇഖ്റാജുഹു അതിനെ പുറപ്പെടുവിക്കൽ, അൻഹ ആ നേർച്ചയാക്കിയ അതിനെ തൊട്ട് അവൻ്റെ കൈവശമുള്ള മിഥില് പുറപ്പെടുത്താൽ മതിയാകൂല. എന്നാണ് അവരുടെ കലാമിൻ്റെ തേട്ടം. കാരണം ഫൈൻ അത്രഫഹ ലസിമഹു അൻ യശ്തരിയ ബി ഖീമത്തിഹ മിഥ്ലഹ വൻ യദ്ബഹഹ ഫീഹി എന്നാണല്ലോ പറഞ്ഞത്. യശ്തരിയ ബി ഖീമത്തിഹ അതിൻ്റെ ഖീമത്ത് കൊണ്ട് വാങ്ങണം, മിഥില് വാങ്ങണം. അപ്പോൾ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം എന്നല്ലേ വരിക. അതിന് പറയാം എന്നാ വഹുവ ബഈദുൻ, അത് ബഈദാണ്. വല്ലദി യദ്ഹറു ഇജ്സാഉഹു, ദലീലിൽ നിന്ന് വ്യക്തമാകുന്നത് ഇജ്സാഉഹു അവൻ്റെ കൈവശമുള്ള മിഥില് ഇതിനെ ഈ നേർച്ചയാക്കിയ മൃഗത്തിന് പകരമാക്കിയിട്ട് അറക്കൽ മതിയാകും എന്നാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഓതിയെടുത്ത് ഫൈൻ അത്രഫഹ ലസിമഹു അൻ യശ്തരിയ ബി ഖീമത്തിഹ മിഥ്ലഹ വൻ യദ്ബഹഹ ഫീഹി എന്ന് മത്നി. ഷറഹിൽ അവിടെ ഫൈൻ അത്രഫഹ എന്ന് പറഞ്ഞെടുത്ത് ഔ ഖസ്സറ ഹത്താ തരിഫത്ത് ഔ ളല്ലത്ത് ഐ വഖദ് ഫാത്തൽ വഖ്തു, എത്രത്തിൽ സമയമാണെങ്കിലോ സമയമാണെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. വൈസ മിൻഹ അതിനെ തൊട്ട് ആശ മുറിയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ശേഷം പറഞ്ഞ വാൻ യദ്ബഹഹ ഫീഹി സമയത്തിൽ അറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് രണ്ടും കൂടി അവിടെ യോജിക്കുക. അപ്പോൾ അവിടെ ഐ വഖദ് ഫാത്തൽ വഖ്തു വൈസ മിൻഹ എന്ന് പറഞ്ഞ ആ കൈത് കൂട്ടാതെ ആകുമ്പോൾ വാ യദ്ബഹഹ ഫീഹി വക്തിൽ അറക്കുക എന്നത് യോജിക്കും. അതേ സ്ഥാനത്ത് വഖദ് ഫാത്തൽ വക്തു എന്നതിൻ്റെ ഹഖീഖിയായ മാനാക്ക് വെച്ചിട്ട് സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ അവിടെ വാ യദ്ബഹ ഫീഹി എന്നാൽ സമയത്തിൽ അറക്കുക എന്നല്ല അവിടെ വരിക. അവിടെ വരല് ആ സമയത്തിൻ്റെ ഉടനെ എത്തിച്ച സമയത്ത് അറക്കുക എന്ന് വെക്കേണ്ടി വരും. നേർച്ചയാക്കിയ മൃഗം അവൻ്റെ വീഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ടു പോയ മൃഗത്തിന് പകരം അറിവ് നടത്തൽ നിർബന്ധമാണ്. അത് വക്തിൽ തന്നെ അറക്കൽ നിർബന്ധമാണ്. വക്തിന് ശേഷേ സാധനം കിട്ടൂ എന്ന് വെച്ചാൽ അതിൻ്റെ ബദല് നേരത്തെ അറക്കൽ നിർബന്ധമാണ്. അങ്ങനെയാണ് അതിൻ്റെ പ്രസ്ഥാനം. വല്ലാഹിറു കലാമി, അവരുടെ കലാമിൻ്റെ ലാഹിർ തംകീനുഹു മിന ശിറായ്, ഈ ഉളുഹിയത്തിൻ്റെ പകരം മൃഗത്തെ വാങ്ങലിനെ തൊട്ട് അവർ സൗകര്യമാക്കി കൊടുക്കും എന്നാണ്. അതായത് ഈ നശിപ്പിച്ച ആൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ കാരണക്കാരനായ നേർച്ചയാക്കിയ ആൾ അയാൾക്കൊരു പകരം വാങ്ങാൻ അവകാശം ശറഅ നൽകുന്നുണ്ട് എന്നാണ്. വൈൻ ഖാന ബി ഇത്ലാഫിൻ വനഹ്വിഹി, ഈ നശിപ്പിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ളത് കൊണ്ടോ അവൻ വഞ്ചന നടത്തിയ ആളാണെങ്കിലും അവന് അങ്ങനെ വാങ്ങാൻ സൗകര്യമാക്കി കൊടുക്കുന്നില്ല. വൈവഞ്ചം എന്നാൽ അതിന്
ഒരു തൗജീഹ് പറയപ്പെടാം. ബി അന്ന ഷാരിയ ജാലഹു വിലായത്ത ദബിഹി, ഇവന് ഷാരി ആക്കിയിട്ടുണ്ടല്ലോ വിലായത്ത ദബിഹി, അറുക്കുക എന്ന അധികാരം, വത്തഫലിക്കത്തി, ആ അതിൻ്റെ മാംസം ഭാഗിച്ചു കൊടുക്കുക എന്ന അധികാരവും. എങ്ങനെയുള്ള വിലായത്താണ്? അൽ മുസ്തദുഇയ്യത ലി ബഖായി വിലായത്തിഹി, അവൻ്റെ വിലായത്ത് ബാക്കിയാകലിനെ തേടുന്ന, ഹത്ത അലൽ ബദലി, ആ ബദലിൻ്റെ മേലിലും നേർച്ചയാക്കിയ സാധനത്തിൻ്റെ മേലിലും, അഥവാ അത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ബദലിൻ്റെ മേലിലും അവന് വിലായത്ത് അധികാരം ശേഷിക്കുന്നുണ്ട് എന്ന് ഈ വിലായത്ത് അവന് ഷാരി വെച്ചു കൊടുത്തത് തേടുന്നുണ്ട്. അതുകൊണ്ടാണ് അവന് വാങ്ങാൻ അവകാശമുണ്ട് എന്ന് പറയുന്നത്. വലൈസത്തിൽ അദാലത്ത് ഷർത്തൻ ഹുന, ഇവിടെ അദാലത്ത് ഷർത്തല്ല. ഹത്താ തന്തഖിലുൽ വലായത്തു ലിൽ ഹാക്കിമി, ഇവിടെ വിലായത്ത് ഹാക്കിമിലേക്ക് നീങ്ങാൻ വേണ്ടി. അദാലത്ത് ഇവിടെ ഷർത്ത് ഉണ്ടെങ്കിൽ എന്താകും? ഹാക്കിമിലേക്ക് നീങ്ങും അവൻ്റെ വിലായത്ത്. പക്ഷെ അത് ഇവിടെ ഷർത്തല്ല. ബിഖിലാഫി ഫിനാവി വസിയിൻ ഖാന, ബിഖിലാഫി അതിന് മാറുകൊണ്ടാസി, ഫിനാവി വസിയിൻ, വസിയ് പോലെയുള്ളത്. എങ്ങനത്തെ വസിയ് വേണം? ഖാന, അവൻ വഞ്ചന ചെയ്തിരിക്കുന്നു. വഞ്ചന ചെയ്തിരിക്കുന്ന വസിയാകുമ്പോൾ അവൻ്റെ വിലായത്ത് ചെയ്യും. ഫന്തഫ, അപ്പോൾ മുന്തഫിയായി. തവക്കുഫുൽ അദ്റഈ ഫി ദാലിക, ഈ വിഷയത്തിൽ അദ്റഈ ഇമാമിൻ്റെ തവക്കുഫ്. വ ബഹ്തുഹു, അദ്റഈ ഇമാം ബഹത്ത് ചെയ്തു. അന്നൽ ഹാക്കിമ ഹുവൽ മുസ്തരി, ഹാക്കിം ആണ് വാങ്ങുന്ന ആള്, ഇവനല്ല എന്ന് ബഹത്ത് ചെയ്ത് പറഞ്ഞു. വഫീമ ഇദാ സാദൽ മിഥ്ലു, നേരത്തെ പറഞ്ഞു ഫഫീമ ഇദാ തസാവയ ഔ സാദൽ ഖീമത്തു എന്ന് നേരത്തെ പറഞ്ഞു. വഫീമ ഇദാ സാദൽ മിഥ്ലു, മിഥ്ല് ഇതിനേക്കാൾ അധികരിച്ചെടുത്തു. യുഹസ്സുലു മിഥ്ലഹ, അതിൻ്റെ മിഥ്ലിനെ അവൻ ഹാസിലാക്കാം. എന്തിനു വേണ്ടി? ലി ഹുസൂനി ദൈനിക്കൽ മുൽത്തസമൈൻ, ആ രണ്ട് മുൽത്തസമ് ഹാസിലാകാൻ വേണ്ടി. ഇൽത്തസമൻ നെഹ്റ വ തഫ്രീഖത്തൽ ലഹ്മി എന്നാണോ നേരത്തെ പറഞ്ഞു. നെഹറും മാംസം ഭാഗിച്ചു കൊടുക്കലിനെയും രണ്ടും അവൻ ഇൽത്തിസാമ് ചെയ്യും. ആ രണ്ട് മുൽത്തസമുകളും ഹാസിലാകാൻ വേണ്ടി, ഹാസിലാകുന്നതിന് വേണ്ടി ബിക്കുല്ലി മിൻ ഹാദൈ, ഇവ രണ്ടിൽപ്പെട്ട എല്ലാ ഓരോന്നുകളും. ഈ വാങ്ങിയിട്ട് അറുത്ത് കൊടുത്താലും അവൻ്റെ കൈവശമുള്ള മിഥിലിനെ അറുത്ത് കൊടുത്താലും അവിടെ നിൽക്കട്ടെ. ഇനി ചെറിയൊരു ഇഷ്കാല് ബാക്കി. ഈ ബാബ് തുടങ്ങിയെടുത്ത് സുന്നത്തുൽ ഫി ഹക്കിന എന്ന് പറഞ്ഞു. അവിടെ അല്ലേ ഹുറിൻ എന്ന് പറഞ്ഞ ശേഷം ഔ മുബഅദിൻ എന്ന് ഔ കൊണ്ട് മുബഅദിനെ അവിടെ കത്തഫാക്കി. അവിടെ
ഒരു ചോദ്യമാണ്. വലോ മുബഅദൻ എന്ന് പറയല്ലേ, ഔ മുബഅദിൻ എന്നതിന് പകരം വലോ മുബഅദൻ എന്ന് പറയുകയല്ലേ നല്ലത്. എന്തുകൊണ്ടാണ് ആ വാക്ക് മാറ്റിയിട്ട് പറഞ്ഞത്? അവിടെ വലോ മുബഅദൻ എന്ന വാക്ക് അവലല്ല. കാരണം ഒരു ഇബാറത്ത് കൊണ്ടുവരുമ്പോൾ വലോ മുബഅദൻ എന്ന് പറയുമ്പം അതൊരു മുബാലഗത്തിന്റെ സീഗയാണ്. ആ മുബാലഗത്തിന്റെ സീഗ അവിടെ പറയുമ്പോൾ മുബാലഗത്ത് അവിടെ കിട്ടണം, പറയാത്തതും കൂടി അവിടെ കിട്ടണം. ഇവിടെ സുന്നത്തും ഫി ഹഖിന, നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. ലിഹുറിൻ, സ്വതന്ത്രന് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ട് ഒരു മുബഅദൻ എന്ന് പറയുമ്പോൾ അവിടെ മുബാലഗത്ത് കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് സുന്നത്തും എന്ന് പറഞ്ഞിട്ട് വലോലി മുബഅദിൻ എന്ന് മാത്രം പറഞ്ഞാൽ അപ്പോൾ മുബാലഗത്ത് കിട്ടും, പറയാത്തതും കൂടി അവിടെ കിട്ടും. ഇവിടെ ലുഹുറിൻ എന്ന് പറഞ്ഞത് കൊണ്ട് മുബഅദിന്റെ മറ്റു ഭാഗമായ ഹുർ അവിടെ കലാമിൽ വന്നു. പിന്നെ അവിടെ വലോ മുബഅദൻ എന്ന് പറയുമ്പോൾ അത് ലഫ്ദ് കൂടുകയാണ്. ഔ മുബഅദിൻ എന്നതിനേക്കാൾ ലഫ്ദ് കൂടും. അങ്ങനെ ലഫ്ദ് കൂടൽ മുസല്ലിഫുമാർ ആവശ്യമില്ലാതെ അവർ ചെയ്യില്ല. ആവശ്യമുണ്ടെങ്കിൽ പറ്റും, ആവശ്യമില്ലെങ്കിൽ അത് സാഹിത്യത്തിന് എതിരായതുകൊണ്ട്. അതാണ് അവിടെ ഫി ഹഖ്നാ ലിഹുറിൻ ഔ മുബഅദിൻ എന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.